പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സ്മാക്ക് ഡൗൺ എപ്പിസോഡ് USA നെറ്റ്വർക്കിലേക്ക് മാറിയതിന് ശേഷം സ്മാക്ക് ഡൗൺ എപ്പിസോഡ് 3 മണിക്കൂർ ആയതിനു ശേഷം സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ വലിയ റേറ്റിംഗ് ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിനാണ് കിട്ടിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 1.7 മില്യൺ വ്യൂവർഷിപ്പ് ആയിരുന്നു ഈ കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിന് ആയിട്ട് ഉള്ള ഒരു അപ്ഡേറ്റിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏക ഉത്തരം ദ റോക്കിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. റോക്ക് വരുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് റോക്കിനെ കാണാൻ വേണ്ടിയിട്ട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് കണ്ട ആരാധകരുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് വ്യൂവർഷിപ്പിനെ ബാധിച്ചിരിക്കുന്നത്. ഇതിന് മുൻപത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 4 ലക്ഷത്തിലധികം ആരാധകരുടെ ഒരു വ്യൂവർഷിപ്പ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ദ റോക്കിൻ്റെ തിരിച്ചുവരവിലൂടെ കുറച്ചും കൂടി പ്രാധാന്യം ലഭിച്ച എപ്പിസോഡായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ഡ്രൂ മാക്കിൻ്റെയർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയെ സംബന്ധിച്ചാണ്. അദ്ദേഹം 2 മിനിറ്റിൽ അധികമുള്ള ഒരു പുതിയ വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. എലിമിനേഷൻ ചേംബറിനെ സംബന്ധിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഡ്രൂ മാക്കിൻ്റെയർ ആ സെൽഫ് വീഡിയോ പങ്കുവെക്കുന്നത്. ഡ്രൂ മാക്കിൻ്റെയർ ആ വീഡിയോയിൽ ഉടനീളം ജോൺസിന എന്ന് പറയുന്ന സൂപ്പർ താരത്തെ കളിയാക്കുകയും ജോൺസിന എന്ന് പറയുന്ന ആ റെസ്ലറിനെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതായത് എലിമിനേഷൻ ചേംബറിലെ ചേംബർ മത്സരത്തിലേക്ക് ജോൺസിന ക്വാളിഫയിങ് മത്സരം കളിക്കാതെയാണ് ക്വാളിഫൈ നേടിയത്. റോയൽ റംബിളിലെ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിലാണ് എലിമിനേഷൻ ചേംബർ മത്സരത്തിൽ താൻ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള അനൗൺസ്മെൻറ്റ് ജോൺസിന നടത്തിയത്. അതിനുശേഷം ഒരൊറ്റ വീക്ക്ലി എപ്പിസോഡിലും ജോൺസിന അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജോൺസിന ഒരു ബിഗ് സ്റ്റാർ ആയതുകൊണ്ടാണോ ജോൺസിന ഈ മത്സരത്തിലേക്ക് ഡയറക്റ്റ് ക്വാളിഫൈ നേടിയത് എന്നുള്ളതാണ് ഡ്രൂ മാക്കിൻ്റെയർ ഉന്നയിക്കുന്ന ചോദ്യം. ജോൺസിന ക്വാളിഫൈ നേടിയെടുത്തതിൽ തനിക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളതും ഡ്രൂ മാക്കിൻ്റെയർ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും എലിമിനേഷൻ ചേംബറിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട് എന്നും ജോൺസിന ഒരു ബിഗ് സ്റ്റാർ ആയിട്ട് ഈ ചേംബറിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ബിഗ് സ്റ്റാറിന് അങ്ങനെ സ്വയം പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ ഹോളിവുഡിലെ കുറച്ച് ആക്ടേഴ്സ് വന്നിട്ട് ചേംബറിൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ജോൺസിനയുടെ തീരുമാനത്തെ അല്ലെങ്കിൽ ജോൺസിനയുടെ അനൗൺസ്മെൻറ്റിനെ ഡ്രൂ മാക്കിൻ്റെയർ കളിയാക്കുന്നുണ്ട്. കൂടാതെ ചേംബറിൽ ജോൺസിന പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ആരും എന്തുകൊണ്ട് വാക്കുകളിലൂടെ ആക്രമണം നടത്തുന്നില്ല എന്നുള്ളതും ഡ്രൂ മാക്കിൻ്റെയർ ചോദിക്കുന്നുണ്ട്. ആരും പ്രത്യേകിച്ച് ജോൺസിനെ മെൻഷൻ ചെയ്യുന്നതായിട്ട് എവിടെയും കാണാൻ സാധിച്ചില്ല. കോഡി റോഡ്സ്, സെത്ത്, പങ്ക് അവരൊക്കെ വന്നിട്ട് പ്രൊമോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആരും ജോൺസിനെ കടന്നാക്രമിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതും ഡ്രൂ മാക്കിൻ്റെയർ സംശയം പോലെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സീന പേടിക്കേണ്ട, സീന എന്ന് പറയുന്ന ആ നെയിം അത് റെലവൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിലുടനീളം നിന്നെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതും ഡ്രൂ പറയുന്നുണ്ട്. അപ്പോൾ ജോൺസിനെ കളിയാക്കിക്കൊണ്ടും ജോൺസിനെ എലിമിനേഷൻ ചേംബറിലേക്ക് ക്വാളിഫൈ നേടിയതിനെ താറടിച്ച് കാണിച്ചുകൊണ്ടും ഡ്രൂ മാക്കിൻ്റെയർ രൂക്ഷമായിട്ടുള്ള വാക്കുകളോടുകൂടി ജോൺസിനെ ആ വീഡിയോയിൽ ഉടനീളം ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡ്രൂ മാക്കിൻ്റെയർ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ജോൺസിന എന്നല്ല, ഏത് സൂപ്പർ സ്റ്റാർ വന്നാലും എലിമിനേഷൻ ചേംബറിൽ വിജയിക്കാൻ പോകുന്നത് താനാണെന്ന്, ഡ്രൂ ആണെന്നുള്ളത് ഡ്രൂ മാക്കിൻ്റെയർ ആ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ അതികിടിലമായിരിക്കും. ഡ്രൂ മാക്കിൻ്റെയർ ഡയറക്റ്റ് ജോൺസിനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ച് എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഡ്രൂ മാക്കിൻ്റെയറും ജോൺസിനെയും ഫേസ് ടു ഫേസ് വരാനും അവർ തമ്മിലുള്ള ഒരു മത്സരം ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കാനും സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് മുൻ WWE ചെയർമാൻ ആയിരുന്ന വിൻസ് മിക്മാനെ സംബന്ധിച്ചാണ്. വിൻസ് മിക്മാൻ പുതിയ റെസ്ലിംഗ് കമ്പനി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്ത്, അത്തരത്തിലുള്ള റൂമർ വരാനുള്ള കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് നമ്മൾ അവസാനമായി പങ്കുവെക്കുന്നത്. എറിക് ബിഷോഫ് എന്ന് പറയുന്ന WCWൻ്റെ മുൻ പ്രസിഡൻറ്റ്, റോ ബ്രാൻഡിൻ്റെ ജനറൽ മാനേജറൊക്കെ ആയിരുന്ന എറിക് ബിഷോഫിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുന്ന വ്യക്തിയും കൂടി പങ്കുവെക്കുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. അവർ ഡിസ്കസ് ചെയ്യുന്നത് വിൻസ് മിക്മാൻ പുതിയ റെസ്ലിംഗ് കമ്പനി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ WWE വ്യക്തികളെ, സ്റ്റാഫുകളെയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അവർക്ക് അറിയാൻ സാധിച്ചത് എന്ന് അവർ പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ WWEയുടെ മുൻ
ക്യാമറാമാനെയും വിൻസ് മിക്മാൻ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് PW ഇൻസൈഡർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഒരു വാർത്ത പുറത്തേക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. വിൻസ് മിക്മാൻ എൻ്റർടൈൻമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുന്നു, അത്തരത്തിലുള്ളൊരു കമ്പനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് റസ്ലിംഗ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ല, അത് മറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കുമെന്നാണ് അന്ന് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് വിൻസിൻ്റെ ഒപ്പം WWEയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്ക് സ്റ്റേജ് സ്റ്റാഫുകളൊക്കെ വിൻസ് സൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് അന്ന് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ റസ്ലിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള മുൻ WWEയുടെ ക്യാമറാമാനെ എന്തിന് സൈൻ ചെയ്യണം എന്നുള്ളതാണ് എറിക് ബിഷോഫ് പോഡ്കാസ്റ്റിലൂടെ ചോദിക്കുന്നത്. അപ്പോൾ ഒരു റസ്ലിംഗ് കമ്പനി തുടങ്ങുന്നതിൻ്റെ സൂചനയല്ലേ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടി ഉടലെടുക്കുന്നുണ്ട്. കൂടാതെ ഫോക്സ് നെറ്റ്വർക്കുമായി വിൻസ് മിക്മാൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അവരുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൽ ഒരു റസ്ലിംഗ് കമ്പനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും എറിക് ബിഷോഫ് ഈ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്ട് ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നു. ഫോക്സ് നെറ്റ്വർക്ക് ഈ ഒരു റൂമർ തള്ളിക്കളയുന്നു. ഫോക്സ് നെറ്റ്വർക്കിൻ്റെ എക്സിക്യൂട്ടീവ്സ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ വിൻസ് മിക്മാനുമായിട്ട് നടന്നിട്ടില്ല. ഫോക്സ് നെറ്റ്വർക്ക് എന്തായാലും റസ്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും അവരുടെ ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞതായിട്ട് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിൻസ് മിക്മാൻ എന്തായാലും പുതിയൊരു കമ്പനി ആരംഭിക്കുന്നുണ്ട്. അത് എൻ്റർടൈൻമെൻറ്റ് ബേസ് ആയിട്ടുള്ളതാണ്. റസ്ലിംഗ് കമ്പനിയാണോ, അദ്ദേഹം എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ആർക്കും പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. എറിക് ബിഷോഫ് പങ്കുവെക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഒരു റസ്ലിംഗ് കമ്പനി ആയിരിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ വിൻസ് മിക്മാൻ പുതിയൊരു റസ്ലിംഗ് കമ്പനിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിലെ ആദ്യ സൈനിങ് ബ്രോക്ക് ലെസ്നർ ആയിരിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.